ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് 43 ആയിരുന്നു കേട്ടോ. അതായത് ഡേ 43 ആണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ബിഗ് ബോസ് ഇപ്പൊ വന്ന് വളരെ ചീപ്പ് ഗെയിം ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഈ രണ്ടാഴ്ച ഇമാതിരി കുറെ ചീപ്പ് ഗെയിമുകൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിർത്തുമെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഈ ആഴ്ചയും ഇത് തന്നെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇത്രയും മോശപ്പെട്ട ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ഓരോ ആഴ്ചയിലും ഓരോരോ അലിഗേഷൻസ് ആണ് ഉണ്ടാവുന്നത്. അതും ഒട്ടും വളരെ മോശമായ രീതിയിലുള്ള അലിഗേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ആരെങ്കിലും ഇവർക്ക് ഇത് തന്നെ ഉള്ളൂ കണ്ടന്റ്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ആണ് കൂടുതൽ റീച്ച് ആവുന്നതും കൂടുതൽ സ്പോട്ട് ചെയ്യുന്നതും ഉദ്ദേശിച്ചാണോ ഇവർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാനും വയ്യ. അതെ, എനിക്ക് തോന്നുന്നത് ഓരോ ഘട്ടവും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഈ വീക്കെൻഡിൽ വരുമ്പോ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സംഭവം ഉണ്ടാവണല്ലോ, അതിന് വേണ്ടിയിട്ടാണോ ഈ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയില്ല. പിന്നെ ഈ റെനയുടെയും ആര്യന്റെയും പ്രശ്നം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് പറയുന്നത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം റെന പറയുന്നത് എന്താന്ന് വെച്ചാൽ പേഴ്സണൽ ബൗണ്ടറി കടക്കരുത് എന്നാണ് പറയുന്നത്. ഒരു ബൗണ്ടറി ഉണ്ട്, അതിന് മേളിലോട്ട് വരരുത് എന്ന് പറയുന്നു. വീട്ടിലുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഓൾറെഡി ഈ ആര്യനും റെനയും ഗിസയിലും എല്ലാരും കൂടെ ഒരു ബെഡിൽ ഒരുമിച്ച് കിടക്കുകയും പുതപ്പിനടിയിൽ പോലും ഇരുന്ന് ഹൊറർ സ്റ്റോറീസ് സഹിതം അതെ, ഡബിൾ മീനിങ് ജോക്സ് വരെ ഇവർക്കിടയിൽ സംസാരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഈ ഒരാഴ്ച ആര്യന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബൗണ്ടറി വന്നത് ഇപ്പോഴാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് വീട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോ അവർക്കത് മനസ്സിലായല്ലോ, ആ രീതി നിൽക്കുക. പക്ഷെ ഇത് വിടുക, ഇത് പിന്നെയും കൊണ്ടുപോയി വീഡിയോ കാണണം, അത് കാണണം, ഇത് കാണണം. ടച്ച് ചെയ്തില്ലെന്ന് പറയുന്നു. ടച്ച് ചെയ്തില്ല, പെട്ടെന്ന് വന്നപ്പോ ഞെട്ടിപ്പോയതാണെന്ന് അവർക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഇതിന് എന്തിനാണ് വീഡിയോ? അതായത് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കണം, കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം, ഇതെന്നുള്ള മൈൻഡിലാണ് അവിടെയുള്ള അകത്തിരിക്കുന്നവരുടെ ചിന്താഗതി അത് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് റെന പറഞ്ഞു, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, ആരും സോറി ചോദിച്ചു, അത് കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ഇടയിൽ വന്ന് കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതിൽ ആര്യനും പറയുന്നുണ്ട് എന്താ നടന്നതെന്ന്, റെനയും പറയുന്നുണ്ട് എന്താ നടന്നതെന്ന്. അവർക്ക് അതിന്റെ ക്ലാരിറ്റിയും കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും പറഞ്ഞത് വീഡിയോ പ്ലേ ചെയ്ത് കാണണം. എന്തിനാണ് ഇതിന്റെ പുറമെ നടക്കുന്ന? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് അടുത്ത കാര്യം നോക്കിക്കൂടി. ഇവരൊക്കെ പറയുന്നത് നമുക്ക് ഫാമിലി ഉണ്ട്, ഫാമിലി ഉള്ളവർ എന്തിനാണ് വീണ്ടും ഇത് പൊക്കിക്കൊണ്ടുവരുന്നത്? അതെ, അല്ലെങ്കിൽ ഇതേപോലുള്ള കണ്ടന്റ് ചെയ്യുന്നവരെ, ഇതേപോലുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കുന്നവരെ ലാലേട്ടൻ വന്നിട്ട് ഒരു വാതിൽ തുറന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറത്താക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരും ഇങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടെത്തുന്നവരെ അങ്ങ് പുറത്താക്കുക, അതാ നല്ലത്. അതെ, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അവിടെ ഇപ്പൊ ഗേൾസിനും ബോയ്സിനും കൂടെ ഒരു ബെഡ്റൂം ആക്കി കൊടുത്തത്? സിംഗിൾ ബെഡ്റൂം ആക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഗെയിംസ്, ബോയ്സിനൊരു ഗെയിം, ഗേൾസിനൊരു ഗെയിം, വിന്നേഴ്സ് തന്നെ രണ്ടെണ്ണം ആക്കുക. ബോയ് ഒരു വിന്നറും ഗേൾ ഒരു വിന്നറും, അതാ നല്ലത് ഈ സീസണിൽ. പിന്നെ അടുത്തത് ദേ വന്നിരിക്കുന്നു നമ്മുടെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഇഷ്യൂ. ഇതിലിപ്പോ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം ഇതിൽ ആരുടെ ഭാഗത്ത് ശരിയെന്നൊന്നും നമുക്കറിയാൻ വയ്യ കേട്ടോ. കാരണം നമ്മൾ കണ്ടിട്ടില്ല. അത് വെച്ചിട്ട് ഒന്നും പറയാനും അറിയില്ല. ഇതിൽ എന്തിട്ട് പറയാനാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഷാനവാസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴും ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ പറയണം, ഇല്ലേ? അത് നെവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ബെഡ് മാറ്റിയിട്ടുണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു അറിവുമില്ല, ഇതിനെക്കുറിച്ച് എന്ത് സംസാരിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണിത്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂവിലേക്ക് കിടക്കാം. ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഗതികേടാണ് കേട്ടോ. ഈ ആഴ്ചയിൽ വന്ന് ഇമാതിരി ചീപ്പ് കേസ് എടുത്ത് വെച്ചിട്ടൊന്ന് പറയണമല്ലോ എന്നല്ല ആലോചിക്കുമ്പോഴാണ് ഒരു കേസുകളാ. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ആഴ്ചത്തെ എവിക്ഷന് നമുക്ക് ലാലേട്ടനെ എവിക്ട് ചെയ്ത് കളയും. അതെ, ഒന്നും സംസാരിക്കാൻ വേണ്ട, എടുക്കാൻ വേണ്ട, എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് എല്ലാം ഇറങ്ങി പോട്ടെ. അതെ, നമുക്ക് റിവ്യൂ ചെയ്യുന്ന നമുക്കേ ബുദ്ധിമുട്ട്. അപ്പൊ ആ സ്റ്റേജിൽ നിന്ന് പുള്ളിക്കാരെ എങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയാൻ വയ്യ ഇവരടുത്തൊക്കെ. ഓക്കെ, എന്തായാലും കൊള്ളാം. അപ്പൊ നമുക്ക് റിവ്യൂലേക്ക് കടക്കാം. ഡേ 43 ആണ്. അങ്ങനെ ഒരു സോങ്ങോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഇന്നത്തെ സോങ് എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സോങ് ആയിരുന്നു. അങ്ങനെ അതോടുകൂടി തുടങ്ങുകയാണ്. ഇവിടെ ഇന്നലത്തെ രാത്രിത്തെ ബാക്കി റെന വന്ന് നമ്മുടെ നൂറയോട് കാര്യങ്ങൾ പറയാണ്. അല്ല, റെനയ്ക്ക് ഇത് വേറെ ആരോടും പറയാനോ എടുക്കാനോ താല്പര്യമില്ല, ആര്യനോട് മാത്രം പറഞ്ഞു തീർക്കാനോ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ രാവിലെ വന്ന് ഈ റെനയോടൊക്കെ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഡയറക്റ്റ് ആര്യനോട് പോയി നൂറയോട് പോയി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആര്യനോട് പോയി സംസാരിച്ച് അങ്ങ് ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ദേ റെന നൂറെടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇന്നലെ ആര്യം വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തു, എനിക്ക് ബാഡായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെയിം സംഭവം റെന വന്ന് നൂറയോട് പറയുന്നുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ആര്യനും റെനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ആര്യന്റെ സ്വഭാവം അറിയാലോ, ഒരു പെർസെന്റേജ് ഉള്ള നെഗറ്റീവ് ആണെങ്കിൽ ആര്യൻ അത് ലാലേട്ടൻ വരുന്നതിന് മുന്നേ 99% നെഗറ്റീവ് ആക്കി ആര്യനിലേക്ക് അത് മാറ്റാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ആര്യനുണ്ട്. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോ അത് 150% അതെ, അതും ലാലേട്ടന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച ലാലേട്ടൻ ഫാൻസിനെ കൂടെ തിരിപ്പിക്കുന്ന രീതിയിൽ ആര്യനാക്കി വെക്കും കേട്ടോ. അപ്പൊ ഇന്നലെ എന്തായാലും ഒരു 1% ആര്യനെ നെഗറ്റീവ് ആക്കി. ആര്യന്റെ ഭാഗത്ത് തെറ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം തീർച്ചയായും തെറ്റുണ്ട് അല്ലേ. ഒരു പെൺകുട്ടിയുടെ അതെ, അതിപ്പോ എത്രയൊക്കെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും എല്ലാരും ഒരേപോലെ എടുക്കണമെന്നില്ല. ഇപ്പൊ ഗിസയിൽ അത് ചിലപ്പം ആര്യൻ ആ രീതിയിൽ നിൽക്കുന്ന ഗിസയിൽ ഓക്കെ ആയിരിക്കും, പക്ഷെ റെനയ്ക്ക് ഓക്കെ ആവണം എന്ന് പറഞ്ഞത് കാര്യമില്ല. അപ്പോ ആര്യന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ റെന പറയുന്നുണ്ട് എനിക്കത് ബാഡ് ആയിട്ട് തോന്നിയില്ലെന്ന് ചോദിച്ചപ്പം ആര്യം പറയുന്നത് ബാഡ് ആയിട്ട് തോന്നിയില്ല, സീൻ ഉണ്ടാക്കാനാണെങ്കിൽ നീ നടന്നോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ റെന പറയുന്നത് എന്റെ പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ട്, അതിൽ കയറി ഇടപെടരുതെന്ന് പറയുമ്പോഴത്തേക്ക് ആരും ചോദിക്കുന്നു അപ്പൊ എന്റെ ബെഡിൽ വന്ന് കിടന്നത് എന്റെ പേഴ്സണൽ ബൗണ്ടറി ആണെന്ന് പറയുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആര്യന്റെ ബെഡിൽ പോയി കിടക്കുന്നത് റെന ചെയ്ത് തെറ്റാണ്. കിടന്നതിന്റെ പേരിൽ ആര്യം പോയി ഇങ്ങനെ കാണിച്ചതും അത് വേണമെന്ന് വെച്ച് കിടന്നതാണ്. അതായത് ആര്യം വന്ന് കിടക്കാൻ പോകുമ്പോൾ ആര്യനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഓടി ചാടിപ്പോയി കിടന്നതാണ്. പിന്നെ അതിന്റെ പുറകെയാണ് ആര്യം കാണിച്ചൊരു വലിയൊരു തെറ്റ്. അപ്പൊ അതും തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. കാര്യം ഒരു പെൺകുട്ടി നമ്മൾക്ക് അത് ഇല്ലേ അത് അൺകംഫർട്ട് ആയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, സോറി പറയുക, അത് വിടുക. അപ്പൊ റെന എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ പേഴ്സണൽ ബെഡ് ഒന്നും ആർക്കും ഇല്ലെന്നാണ് കേട്ടോ റെന പറയുന്നത്. അങ്ങനെയല്ല, എല്ലാവർക്കും. കാരണം എല്ലാവരുടെയും സാധനങ്ങൾ അവരവരുടെ ബെഡിനടിയിലുള്ള ആ ഒരു കബോർഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവിടെ ബെഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ഇത് ആര്യൻ ടോയ്ലറ്റ് ഏരിയയിൽ നിന്ന് പുറത്തു വന്ന് സംസാരിക്കുന്നു. അവിടെ ഇവിടെ ഷാനവാസും അതിൽ നൂറേക്കിരുന്ന് കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആര്യം ബഹളം വെച്ചുകൊണ്ട് നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് പോന്നു. അവിടെ ബാക്കി എല്ലാവരും ഇരിപ്പുണ്ട്. ആര്യൻ വന്നിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ഉടനെ അവിടെ ബിന്നി ഇരിപ്പുണ്ട്. ബിന്നി പറയുന്നു ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല, ഇതൊരു വലിയ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആര്യം പറയുന്നു ഷഡപ്പ്, നീ കൂടുതലും മിണ്ടരുതെന്ന് പറയുന്നു. ഉടനെ റെന വന്ന് ഭയങ്കര കരച്ചിലാവുന്നു. റെനയുടെ അടുത്ത് വന്ന് ബാക്കിയുള്ളവരെല്ലാം കൂടെ ചോദിക്കുമ്പോൾ റെന നടന്ന കാര്യം അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പോയി കിടന്നിരുന്നു, പക്ഷെ റെന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗിസൈലിന്റെ കൂടെ കിടക്കാന്ന് കരുതിയിട്ടാ പോയി കിടന്നിരുന്നു. അല്ല, അവിടെ ഗിസൈൽ ഇല്ലായിരുന്നു. ആര്യനെ കണ്ടിട്ട് തന്നെയാണ് റെന കിടന്നത്. അതെ, അങ്ങനെ പറയുന്നു. അപ്പൊ ഇവര് ടച്ച് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു ഈ വീട്ടുകാര്. റെനയെടുത്ത് ടച്ച് ചെയ്തിരുന്നോ അവനെന്ന് നോക്കുമ്പോൾ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ കിടന്നപ്പോ എനിക്ക് പെട്ടെന്ന് പേടിയായി എന്നുള്ളത്, പേടിയായി, മാത്രമല്ല കംഫർട്ട് അല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. ഉടനെ ഗിസയിൽ അവിടെ നിന്ന് ഇത് തമാശക്ക് ചെയ്തല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ആര്യൻ വീണ്ടും ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആര്യൻ ചെയ്യുന്നതും കറക്റ്റായ എക്സ്പ്ലനേഷൻ തന്നെ കേട്ടോ കൊടുക്കുന്നത്. രണ്ടുപേരും പറയുന്നത് നടന്ന കാര്യം തന്നെയാണ്, പക്ഷെ രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബിന്നി ഇടയ്ക്ക് പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നല്ല രീതിക്ക് 10 കുത്തി തിരിപ്പും കൂടി കേൾക്കുന്നുണ്ട്. അപ്പോ അക്ബർ ആര്യന്റെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ എനക്ക് പ്രശ്നം ഈ ഒരു സംഭവത്തിലല്ല പ്രശ്നം, നീ മസ്താനിയുടെ ഇഷ്യൂ പോലെ റെന കാണിക്കുന്നു എന്ന് പറഞ്ഞതിലാണ് വിഷമം എന്ന് പറയുന്നത്. അതെ, മസ്താനിയെ പോലെ ഇങ്ങനെ ആര്യം പറഞ്ഞായിരുന്നു, മസ്താനിയെ പോലെ കഥ ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതാണ് രണ കരയാൻ കാര്യവും അതും പറഞ്ഞിട്ടാണ് രണ. അതെ, അപ്പൊ ആര്യം പറയുന്നുണ്ട് അത് 3 days മുമ്പ് അങ്ങാണ്ട് റെന പറഞ്ഞിരുന്നു എന്ന് ആര്യനോട്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ പോരാ, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നത് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പോയി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി റെനോട് ചോദിക്കുമ്പോൾ റെന പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആവശ്യമില്ലാത്ത പറയരുതെന്ന് റെന പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരും കഥകൾ ഉണ്ടാക്കും, അത് നമുക്കും അറിയാം. ഇനി അതുണ്ടാക്കിയതാണോ എന്ന് അറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടോ. അനീഷ് അവിടെ കിടന്ന് എപ്പോഴും കള്ളം പറയുന്ന ആളാ ആര്യൻ. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാ, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും കള്ളത്തരം പറയുന്ന ആളാ ആര്യൻ എന്നും പറയട്ടെ അനീഷ് അങ്ങ് തുടങ്ങി. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കഥ മെനയുന്ന ആളാന്ന്, അത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് റെന അവിടെ പറഞ്ഞു മസ്താനി വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്, ആരും ചീപ്പ് ഗെയിം ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് റെന അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഉടനെ ഒണിയലും ജിഷിനും കൂടെ ആരുടെ അടുത്ത് വന്നോനെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സീനായി പോകും, നീ ഒരു സോറി പറഞ്ഞാൽ അത് തീരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ആര്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് അനീഷ് വീണ്ടും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ. സത്യസന്ധത ഒട്ടും ഇല്ലാത്ത ആളാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണോ എന്തോ എനിക്കറിയാൻ വയ്യ കേട്ടോ. അതായത് മത്താപ്പ് പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ട് അമ്മട്ട് കൊണ്ടുവെക്കുന്ന അന്വേഷിച്ച് കാണിച്ചത്. അപ്പോഴത്തേക്ക് പറഞ്ഞ ബിന്നി പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും
ആ ചെയ്തത് തെറ്റാന്ന് പറയുന്നുണ്ട്. ബിന്നി പറയുന്നത് ശരിയാണ് കേട്ടോ. പക്ഷേ ഇത് രണ്ടുപേര് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിർത്തുക. പിന്നെ അടുത്തിരുന്ന് മൂട്ടി കൊടുപ്പിക്കണ്ട. അതൊരു പണിയുണ്ട്. അതെ, ഇച്ചിരി വലുതാക്കിയത്. അപ്പോഴത്തേക്ക് അക്ബർ എന്ന് പറയുന്നുണ്ട്, റെനടുത്ത് പറയുന്നത് ഞാൻ നിന്റെ ഭാഗവും അറിയാവുന്ന ഒരാളാണ്, നിങ്ങൾ മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നു, പല രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും ഫണ്ണായിട്ട് എടുത്തവരാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ വന്നിട്ട് പറയുന്നത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ വോണ്ടഡ്ലി ചെയ്തൊരു കാര്യമല്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് ബൗണ്ടറീസ് എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ മുന്നേ ഫ്രണ്ടായിട്ട് ഇരുന്നപ്പോ പല ജോക്കും കാര്യങ്ങളും എല്ലാം അടുത്ത് നോക്കി ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ആര്യൻ അങ്ങനെ ഒരു കാര്യം കാണിച്ചത്. പക്ഷെ അത് അപ്പൊ എത്ര നമ്മൾ അടുത്ത ഫ്രണ്ടാണെന്ന് ആണെങ്കിലും ഒരു പുള്ളിക്കാരിക്ക് ഒരു ഗസ്റ്ററോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അതാണായാലും പെണ്ണായാലും ഗസ്റ്ററോ അല്ലെങ്കിൽ അൺകംഫർട്ട് ആയി കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെ. ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സോറി പറഞ്ഞാൽ അത് അവിടെ തീർന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ തീർന്നിട്ടില്ല, പിന്നെ ഇതുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അത് അവിടെ തീർന്നു എന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരത്തെ തെരഞ്ഞെടുത്തത് ജിഷൻ, ഓണിയൽ, പിന്നെ റെനെ ആയിരുന്നു. അപ്പൊ ഇവർക്കുള്ള ഒരു ടാസ്കിന്റെ പേരെന്ന് പറഞ്ഞാൽ കളർ ഒപ്പെന്നാണ് ടാസ്കിന്റെ പേര്. ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്, അതില് ഇവര് ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് കൊണ്ടുപോയി ഒട്ടിക്കണം. അപ്പൊ 3 പേർക്കും ഒരു ടാസ്ക് പോലെ കൊടുക്കും. ഇവര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ റൂൾസ് കൊണ്ടുവരും ഒരു 5 പറയണോന്ന് പറഞ്ഞിട്ട് അത് ലൈവിലായിരുന്നു കേട്ടോ. ചിലപ്പം പ്ലസിൽ കാണിക്കായിരിക്കും. അപ്പൊ ഓണിയൽ വന്ന് സംസാരിച്ചപ്പോ നല്ല രീതിയിൽ കിച്ചണൊക്കെ കൊണ്ടുപോകും, റൂൾസ് ഒക്കെ കുറച്ച് പറഞ്ഞിരുന്നു. ഇതില് ജിഷനും നല്ല റൂൾസ് ഒക്കെ പറഞ്ഞായിരുന്നു. റെന വന്നിട്ട് പറഞ്ഞു കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും കയറി ഫുഡൊക്കെ എടുക്കാം, എപ്പോ വേണമെങ്കിലും എടുക്കാം, റെസ്ട്രിക്ഷൻസ് ഇല്ല, അതാകുമ്പോ ആരും കള്ളം കാണിക്കില്ല എന്ന് റെന പറഞ്ഞു. അപ്പം അത് എല്ലാവർക്കും എത്ര അങ്ങോട്ട് പിടിച്ചില്ല. 3 ദിവസം പട്ടിണി ആവും എന്നുള്ളൊരു രീതി പറഞ്ഞു കേട്ടോ. അങ്ങനെ റെനയ്ക്ക് 3rd പോയി, 2nd ജിഷൻ പോയി. ജിഷൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ജിഷൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ 2 ടീമുകൾ ഉണ്ടാവും, വെസലും കിച്ചണും ഒരു ടീമും, ഫ്ലോറും ടോയ്ലറ്റും ഒരു ടീമാക്കി എടുക്കുക, അതാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ജിഷൻ 2ാമത്തെ സ്ഥാനം. പിന്നെ ഫസ്റ്റ് ഓണിയലാണ് വന്നത്. ഓണിയലിന്റെ ആശയങ്ങളാണ് ഇപ്പൊ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് 3 പേരാണ് വന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് വന്ന ആൾക്ക് ഫസ്റ്റ് ഇത് എഴുതിയിടാം, പിന്നെ ഒരു 1-2 സെക്കൻഡ് ടൈം അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. 2ാമത്തെ ആൾക്ക് ഇത്തിരി ടൈം കുറഞ്ഞു കിട്ടും, 3ാമത്തെ ആൾക്ക് കുറച്ചും കൂടെ ടൈം കുറഞ്ഞു കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓണിയലിനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓണിയലാണ് ഇങ്ങനെ ക്യാപ്റ്റൻ എന്ന് എഴുതി കൊണ്ടുപോയി അവിടെ വൈറ്റ് ബോർഡ് ഉണ്ട്, അതിൽ കൊണ്ടുപോയി ഒട്ടിക്കണം. ബസ് ടു ബസ്സറാണ് കേട്ടോ. 2ാമത് റെനയാണ്, റെനയെ ഒട്ടിക്കാൻ തുടങ്ങി. 3ാമത് ജിഷൻ ഒട്ടിച്ചു. ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു, കുറെ ഇവർ സ്റ്റിക്ക് ചെയ്തതെല്ലാം പറന്ന് വീഴുമായിരുന്നു കേട്ടോ. അപ്പൊ ലാസ്റ്റ് ബിഗ് ബോസ് ബസ് അടിച്ചിട്ട് പറഞ്ഞു ബോർഡിനകത്ത് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നത് മാത്രമേ എണ്ണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ജിഷനാണ് കിട്ടിയത്. അങ്ങനെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ട്, അതായത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ജിഷൻ ആണ് കേട്ടോ. അതെ. അപ്പോ ഇനി അടുത്തത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് ഈ നെവിൻ, അത് ലൈവിലായിരുന്നു കേട്ടോ. നെവിൻ ഈ ജിഷൻ ക്യാപ്റ്റൻ ആക്കിയിട്ട് എല്ലാവരെയും തിരിച്ചു, ഗ്രൂപ്പ് എല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് ജിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ഇഞ്ചി, തക്കാളി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ചീല് വഴക്കൊന്നും വേണ്ട. പിന്നെ കിച്ചണിന്റെ ക്യാപ്റ്റനായിട്ട് അനുവിനെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അനു എന്ത് പറയണോ അല്ലെങ്കിൽ ജിഷൻ എന്ത് പറയണോ അതനുസരിച്ച് മാത്രമേ അവിടുന്ന് ഫുഡും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും ഒരു സാധനം എടുക്കാനും പറ്റില്ല, കിച്ചണിൽ പ്രവേശനവും ഇല്ല എന്നുള്ളൊരു റൂളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇതങ്ങോട്ട് പറഞ്ഞ് കിച്ചണിൽ കയറിയ ഉടനെ നമ്മുടെ നെവിൻ മല്ലിയില പോയി എടുത്തിട്ട് എന്തോത്തിലും ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനു അവിടെ നിന്ന് പറഞ്ഞു എന്തിനാ മല്ലിയില എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഒരാളെടുത്താൽ ഞങ്ങൾ എല്ലാവരും എടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നെവി എനിക്കെടുക്കാം, ഞാൻ 2 മല്ലിയില എടുത്തോളൂ, ഒരു ചെറിയൊരു 2 തുണ്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓൾറെഡി നെവിൻ എല്ലാം ഈ കള്ളത്തരവും ഇതിങ്ങനെ മോഷ്ടിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ഓൾറെഡി എല്ലാവരും പെടപ്പായിട്ട് ഇരിക്കുകയാണ്, എല്ലാവരും കലിപ്പി തന്നെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ലാലേട്ടൻ ഇന്നലെ വാണിംഗ് ചെയ്തായിരുന്നല്ലോ ഈ റൂള് ബ്രേക്ക് ചെയ്യുന്നതിന്. അങ്ങനെ നെവിൻ എടുത്തിട്ട് പോയി അവിടെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ എന്തോ ഒരു സൂപ്പോ എന്തോത്തിലും കൊണ്ട് 2 അതിങ്ങനെ ഒടിച്ചിട്ടുണ്ട്. ഷാനവാസ് വന്നിങ്ങനെ പാത്രത്തിൽ തട്ടുന്നുണ്ട്, തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ മഗ് വന്ന് ഇടിച്ച് പൊട്ടുന്നുണ്ട് പ്രോപ്പർട്ടി. അങ്ങനെ 2 പേരും കൂടി വഴക്കാവുന്നുണ്ട്. നെവിനും നല്ല രീതിക്ക് വഴക്കിടുന്നുണ്ട്. പ്രോപ്പർട്ടി പൊട്ടിച്ചു, വേണമെന്ന് വെച്ചത് ഫുഡ് തട്ടി പൊട്ടിച്ചു എന്ന രീതിയിൽ നെവിൻ സംസാരിക്കുന്നുണ്ട്. നെവിൻ ഫുഡ് എനിക്ക് എന്റെ ഫുഡ് വേണം, ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി തള്ളി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്
നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഉടനെ അനു വന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് ചൂടാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്റെ ഇടയ്ക്ക് എന്തിനാ വന്ന് ഇങ്ങനെ ചെയ്യാൻ പോയെന്ന് ചോദിച്ചിട്ട് ഷാനവാസിന്റെ അടുത്ത് വന്ന് ചൂടാവുന്ന നെവിൻ പറയുന്നുണ്ട് രുദ്രൻ ഡ്രാമ ഇറക്കുക, ഇവിടെ ഒരു വില്ലൻ ആയിട്ട് രുദ്രൻ ആക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് ഇവന് ഒന്നും ബാധകമല്ല, ഇവൻ റൂൾ എല്ലാം ബ്രേക്ക് ചെയ്യുന്നത്, ഞങ്ങളെല്ലാം എന്താ പൊട്ടന്മാരാണോ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത്. ഷാനവാസിന്റെ ഭാഗത്തും ശരിയുണ്ട്, പക്ഷെ ഈ എടുത്ത് തട്ടി എറിഞ്ഞ് പൊട്ടിച്ചത് നന്നായില്ല എന്നേ പറയാനുള്ളൂ. അതെ, അങ്ങനെ അവിടെ ആ ഒരു ചെറിയ വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോ ഗിസയിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗിസയിലും അക്ബറും എല്ലാം കൂടെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗിസയിലാണ് കുറച്ച് മല്ലിയിലെ എടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അക്ബർ ഉണ്ടാവും വളരെ കുറച്ച് എടുത്തുള്ളൂ. അപ്പൊ ജിഷൻ പറയുന്നുണ്ട് ചെറുതൊക്കെ എടുത്ത് തന്നെ ഞാൻ വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞാണ്, ഇത് വെറുതെ ഒരു പ്രശ്നമാക്കിയതാണെന്നുള്ള രീതിയിൽ ഇവരിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ആദിലയും നമ്മുടെ ഷാനവാസും പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് റൂൾസ് അവന് മാത്രം ബാധകമല്ല, വന്ന ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയതാ മോശം ബിഹേവിങ്. ഒരു വട്ടം ഞാൻ കൈ തട്ടി മാറ്റിയതുമാണെന്ന് പറയുന്നുണ്ടോ. കയ്യിൽ നല്ല അടി കൊടുത്ത് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പൊ ആദില പറയുന്നുണ്ട് വൃത്തികെട്ട് കാണിച്ച തന്നെ അത് പറയണം, വൃത്തികേട് കാണിച്ച അത് തന്നെ പറയണം, വൃത്തികേട് കാണിച്ചെന്ന് തന്നെ പറയണോന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഷാനവാസ് പറയുന്ന അതുകൊണ്ട് എന്റെ ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറഞ്ഞത്, അഭിലാഷിനോടും ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഷാനവാസും ആദിലയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നെവിനകത്തിരുന്ന് പറയുന്നുണ്ട്, ഇത് അറിയുന്നില്ല നെവിനകത്തിരുന്ന് പറയുന്നത് ഇത്ര വൃത്തികെട്ട കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ചെയ്തതെന്ന്, ഇത്രയും വൃത്തികേട് കാണിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയണം, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലേന്ന് പറഞ്ഞിട്ട് അവരമ്മ ഇരുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് വന്നിട്ട് ഷാനവാസിനോട് എന്ന് പറഞ്ഞിട്ടുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യണം, ഈ കുറെ ഇങ്ങനെ ദേഷ്യം വരുമ്പോ അടുത്തിട്ട് പോവരുത്, ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ചിലപ്പോ അടിച്ചെന്നിരിക്കും, അതുകൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യണം. അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. അതെ ഇവര് തമ്മിൽ കണ്ട വഴക്കിടുമെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അനീഷ് വേറൊരായിട്ട് വഴക്കിടും, ഭയങ്കര വഴക്കാകുമ്പോ ഷാനവാസ് ഇടയ്ക്ക് നിൽക്കും ഒന്നും പറ്റാതിരിക്കാൻ. അതേപോലെ ഇവര് തമ്മിൽ വഴക്കിട്ടാലും അനീഷും കയറി നിൽക്കും. അത് നല്ലൊരു കോംബോ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിഷന് വെജാണ് കേട്ടോ. ജിഷനും ഗിസയിലും ആര്യനും ആണെന്ന് തോന്നുന്നു വെജ്. അപ്പൊ ഇവർക്ക് ഇന്ന് മട്ടനാണ്, മട്ടൻ കറി വെക്കുന്നുണ്ട്. 1/2 കിലോ മട്ടൻ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് മട്ടൻ കറി വെക്കുമ്പോൾ ഈ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് കറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുളിശ്ശേരി ഉണ്ട്, ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്, മട്ടൻ കറി, ചോറ്, ഇതാണ് അവരുടെ പ്ലാനിങ്. അപ്പം ജിഷൻ വന്നിട്ട് കുറച്ച് ചപ്പാത്തി ചെയ്യാണ്. നിങ്ങൾ വെജ് ആയതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തി കഴിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു ചോദിക്കുന്നുണ്ട് ചോറ് ഇരിക്കുന്നല്ലോ, ചോറ് കഴിച്ചപ്പോ ഒരു ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് റെന വന്നിട്ട് ചപ്പാത്തി ചെയ്യണമെങ്കിൽ എനിക്കും വേണമെന്ന് പറയുന്നത്. അപ്പം ജിഷൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വെജ് ആയതുകൊണ്ടാണ് ചപ്പാത്തി ചെയ്യുന്നത്, ചപ്പാത്തി കഴിക്കാൻ തോന്നുന്നു, നീ നോൺ വെജ് കഴിക്കല്ലേ എന്ന് പറയുമ്പോൾ റെന പറഞ്ഞു എനിക്ക് എന്നാ നോൺ വെജ് ഉണ്ട്, എനിക്ക് ചപ്പാത്തി മതി എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഉള്ളൊരു ചോദ്യം ഇവർക്ക് എന്താന്ന് വെച്ചാല് ചോറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, കിഴങ്ങ് കറിയുണ്ട്. അപ്പൊ വെജ് ആയിട്ടുള്ളവർക്ക് ചോറ് കഴിച്ചാൽ പോരെ, പുളിശ്ശേരിയും കിഴങ്ങറി ഉണ്ടല്ലോ, എന്തിനാ ചപ്പാത്തി ചെയ്യണേ? അതാ. അപ്പം ജിഷൻ എന്താ പറഞ്ഞത്, നിങ്ങള് മട്ടനും കറി എടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ മട്ടൻ എടുക്കുന്നത്, നിങ്ങൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ടോ, ചോറ് തന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പം ജിഷൻ പറഞ്ഞ ഒരു 3-4 പേർക്കുള്ള ഒരു മാവ് എടുത്തുന്ന മണി എന്ത് തരാനാണെന്ന് ജിഷൻ ചോദിച്ചാൽ അവിടെ ഒരു വഴക്കാവുന്നുണ്ട്. ഇതിൽ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉരുളക്കിഴങ്ങൊക്കെ അവിടെ ഡെയിലി ഉള്ള കാര്യമാണ്. ഡെയിലി കിടക്കുന്ന കറികളൊക്കെ തന്നെ ഈ കിഴങ്ങറിയാണെങ്കിലും പുളിശ്ശേരിയും ഒക്കെ ആണെങ്കിൽ ചപ്പാത്തി പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരു വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഒരു മഷ്റൂമോ അല്ലെങ്കിൽ ഒരു പനീറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് തന്നെ അവർക്ക് സ്പെഷ്യൽ എന്ന് പറയാം. ഇപ്പൊ ഈ നോൺ വെജ് എന്ന് പറയുന്നവർക്ക് ആകെ 16 പീസ് മട്ടനേ ഉള്ളൂന്ന് അനു പറയുന്നുണ്ട് കേട്ടോ. ഒരു പീസ് വെച്ചിട്ട് കിട്ടിയാലും മട്ടൻ കറി തന്നെ. മാത്രമല്ല ഈ ആഴ്ച അവർക്ക് പണിപ്പുരയിന്ന് 1/2 കിലോ മട്ടൻ, 1/2 കിലോ ചിക്കൻ, 1/2 കിലോ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 3 സംഭവങ്ങളും ഇവർക്ക് ഓരോ ദിവസം വെച്ച് കഴിക്കും. അപ്പൊ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് വെജിറ്റേറിയൻകാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല, അവർക്ക് പനീറോ അല്ലെങ്കിൽ മഷ്റൂമോ ഒന്നുമില്ല. അപ്പൊ അവരെല്ലാ ദിവസവും ഈ ഉരുളക്കിഴങ്ങും ബാക്കി സംഭവങ്ങളും തന്നെയാണ് നോർമലി കഴിക്കേണ്ടത്. അപ്പൊ അവരൊരു 2-3 ചപ്പാത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒന്നും പറ്റാനില്ല. പിന്നെ അതല്ല 2-3 ചപ്പാത്തി ചൂടുമ്പം ഇപ്പം രണപത്തി വന്ന് 2 ചപ്പാത്തി ചോദിച്ച് കൊടുത്തെന്നും പറഞ്ഞു ഒന്നും വരാനൊന്നും ഇല്ല. 2-3 കൂടിപ്പോയ 2 പേര് എക്സ്ട്രാ ചോദിക്കുമായിരിക്കും. അല്ല അതപ്പം അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റെന വന്ന് ചോദിക്കുകയാണെങ്കിൽ റെന ആദ്യം പറഞ്ഞു ഞാൻ നോൺ വെജ് കഴിക്കുന്നില്ല, എനിക്ക് ചപ്പാത്തിയും കിഴങ്ങറിയും മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും പിന്നെ ചപ്പാത്തി വേണം ചോറ് വേണോന്ന് പറഞ്ഞു. പക്ഷെ റെന ഇവിടെ ബിന്നി കൊടുത്ത് ചോറ് വാരി കൊടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നീട് അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, റെനയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് റെന പറയുന്നത് ശരിയാ, ഇപ്പൊ എനിക്ക് ചപ്പാത്തി മതി, എനിക്ക് ഉരുളക്കിഴങ്ങ് മതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല.
പക്ഷെ റെനെ അതൊരു വാശി തീർക്കുന്ന രീതി പറയുമ്പോഴാണ് ഇവിടെ ജിഷനും വാശി വരുന്നത്. അതാ അതായത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം, അൺവാണ്ടഡ് ആയിട്ട് ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ചുമ്മാ ഒരു ഇച്ചിരി മാവ് എടുത്തതിന് എല്ലാത്തിനും കഴിഞ്ഞ സീസണുകളിലൊക്കെ എന്ന് പറഞ്ഞിപ്പം ജാസ്മിനും ജിൻഡു ആണെങ്കിലും അവർ തമ്മിൽ പലതരത്തിലുള്ള വാശികളുണ്ട്. പക്ഷെ കിച്ചൺ ടീമിൽ വന്നാലും അതൊന്നും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അതെടുത്ത് കാണിക്കത്തില്ല. അതിപ്പോ അഖിൽമാരാണ് ശോഭയാണെങ്കിൽ തന്നെ അവർ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും കാണിക്കത്തില്ല. ശോഭ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ തൈര് എടുക്കുന്നതിന്. അങ്ങനെ കുറെ ടീമുകളുണ്ട് ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞു, അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു 7th വീക്കിന്റെ നോമിനേഷൻ ആണ്. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 8 പേര് ഓപ്പൺ നോമിനേഷൻ ചെയ്യണം, 7 പേര് കൺഫെക്ഷൻ റൂമിൽ പോയി നോമിനേഷൻ ചെയ്യണം. ആർക്കൊക്കെയാണ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് നോക്കുമ്പോൾ നെവിന, അഭിലാഷ്, ഷാനു, ബിന്നി, ഷാനവാസ്, ജിഷൻ, ആദില, അക്ബർ ഇത്രയും പേരും ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞ് എണ്ണിക്കുന്നുണ്ട്. നൂറയെ നമുക്ക് ഡയറക്ടർ നോമിനേറ്റഡ് ആണ് ആള്, കാരണം ഈ ബ്ലാക്ക് കോയിൻ ഉള്ളതുകൊണ്ട് ഓൾറെഡി നോമിനേറ്റഡ് ആണ്. പിന്നെ അനീഷിന് ചെയ്യാൻ പറ്റില്ല, കാരണം വലിയ പണി കിട്ടിയതുകൊണ്ട് അനീഷിന് ഇനി പോകുന്നിടം വരെ ചെയ്യാൻ പറ്റൂല. പിന്നെ ജിഷൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജിഷനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ലൈവിൽ ഈ ഓപ്പൺ നോമിനേഷൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവര് കുറെ നേരം ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് അതൊക്കെ അനീഷ് ഇല്ലേ ചാടി എണീക്കും. അതെ, ഒരു പ്രശ്നമുണ്ട്. അനീഷ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഇവരെല്ലാരും കൂടെ നിഷേധിച്ചെന്നും പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട്. എനിക്കിതിൽ പങ്കെടുക്കാൻ താല്പര്യം, കാരണം അനീഷ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങളും ഈ വീടിന്റെ ഒരു ഭാഗമാണ് ചെന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അനീഷിനെ പിടിച്ചോട്ട്. അല്ല, അത് നല്ല കാര്യം. അത് ഗെയിമറിന്റെ ഒരു ഇത് തന്നെയല്ലേ, ഒരു വാശി തന്നെയാ, ഗെയിമറിന്റെ വാശിയായിട്ട് തന്നെ കണ്ടാൽ മതി അത്. അതെ, അപ്പൊ ആദ്യം വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ ആണ് കേട്ടോ. ഓപ്പൺ നോമിനേഷനിൽ ആദ്യം നമ്മുടെ ജിഷൻ ആണ് കേട്ടോ. അപ്പൊ ജിഷൻ വന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സാബുമാനെയും ലക്ഷ്മിയാണ്. സെയിം ആണ്, ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിട്ടാണ് ഓപ്പൺ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നൂറ വന്നിട്ട് നെവിനെയും ലക്ഷ്മിയും ചെയ്യുന്നുണ്ട്. അത് ക്ലോസ് നോമിനേഷൻ ആണ്. നെവിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻആക്റ്റീവ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഫേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ലക്ഷ്മി ഇന്നലത്തെയൊക്കെ റീസണും ആക്റ്റീവ് അല്ലെന്നും പറഞ്ഞു. അടുത്ത ഓപ്പൺ നോമിനേഷൻ ആണ്. അത് ആദില വന്നിട്ട് ലക്ഷ്മിയും നെവിനെയും ചെയ്യുന്നുണ്ട്. അതില് ലക്ഷ്മി ചെയ്യുന്ന സെയിം റീസൺ ആണ്. എല്ലാരും ലക്ഷ്മി ചെയ്യുന്ന സെയിം റീസൺ ആണ് കേട്ടോ. പിന്നെ ആദില ഇവിടെ നമ്മുടെ നെവിന്റെ കാര്യത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നെവിന്റെ സെക്ഷുവാലിറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല, ബട്ട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഷാനവാസൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ പ്രവീണും നെവിന്റെ കയ്യിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവര് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി ആയിട്ടാണല്ലോ ആദില നൂറ വന്ന് നിൽക്കുന്നത്. അപ്പൊ നെവിൻ അവർക്കൊരു ബാഡായിട്ട് മറ്റുള്ളവർക്ക് പ്രൊജക്ട് ചെയ്യൂന്നുള്ളൊരു പേടി പറഞ്ഞിട്ട് അതിൽ പറയുന്നത് പോയിന്റ് ഉണ്ട്. പിന്നെ പക്ഷെ നമുക്ക് അത് ഇല്ലാത്ത, അത് മറ്റൊരാളുടെ പറഞ്ഞിട്ടുള്ള കാര്യം അലിഗേഷൻ, അപ്പം അത് സ്റ്റേറ്റ്മെന്റ്, അത് വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല. അതെ, അതേപോലെ ബോയ്സിനോട് കുറച്ച് ക്ലോസ് ആയിട്ടാണ് നെവിൻ ഇടപെടുന്നത്. അത് എന്താണെന്നും അറിയില്ല എന്നൊക്കെയാണ്. എനിക്ക് ലൈവില് തോന്നിയിട്ടുണ്ട്. കാര്യം നെവിൻ ഇച്ചിരി ഓവറായിട്ടാണ് ബോയ്സിന്റെ അടുത്തൊക്കെ അല്ലേ വന്ന് പിടിക്കുന്ന കിടക്കെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇതായിട്ടാണ്. അത് അഭിലാഷും അങ്ങനെ കുറച്ച് പേര് തട്ടിയൊക്കെ മാറ്റുന്നതും കണ്ടിട്ടുണ്ട്. അക്ബറൊക്കെ ആണെങ്കിലും മാറി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് നെവിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നെവിന്റെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇവിടെ ആദില വന്നിട്ട് അത് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, കാരണം ആദില കാണാത്തൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലോസ് നോമിനേഷനിൽ ലക്ഷ്മി വന്നിട്ട് സാബുമാനെ ആദിലയും പറയുന്നുണ്ട്. ആദിലെ പറയുന്നത് ഭയങ്കര ജഡ്ജ്മെന്റൽ ആണ്. അതായത് ഇപ്പൊ കാര്യം തന്നെ വേറൊരാൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഈ പറയുന്ന ലക്ഷ്മി ചെയ്ത അതേ കാര്യം. പിന്നെ ഓപ്പൺ നോമിനേഷനിൽ അക്ബർ വന്നിട്ട് ലക്ഷ്മിയും ആദിലയും പറയുന്നുണ്ട്. അത് തന്നെ റീസൺ സെയിം ആണ്. ക്ലോസ് നോമിനേഷനിൽ ഒനിയല് ബിന്നിയെ പറയുന്നുണ്ട്, രണയും പറയുന്നുണ്ട്. അതായത് ബിന്നീനെ പറയുന്നത് ചുമ്മാ ഒരു കാര്യം ഗെയിമോ ഒന്നുമില്ല, എന്നിട്ട് എല്ലാത്തിലും പോയി ലാസ്റ്റ് ക്രെഡിറ്റ് എടുക്കും. രണേനെ പറയുന്നത് രണയുടെ ഇപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടല്ലോ, അത് നേരത്തെ പോയി ചോദിക്കാറുണ്ട്, ഇത്ര ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഓപ്പൺ നോമിനേഷനിൽ അനു വന്നിട്ട് സാബുമാനെയും ആര്യനെയും പറയുന്നുണ്ട്. ആര്യന്റെ കാര്യത്തില് വലിയ ഗെയിമൊന്നുമില്ല, ഗിസലിന്റെ ഷാഡോ ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്ലോസ് നോമിനേഷനിൽ രണ ഷാനവാസിനെയും ഒനിയലിനെയും പറയുന്നുണ്ട്. അതെ, അതായത് ഷാനവാസിന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇഷ്യൂ ഇപ്പോഴല്ല പറയേണ്ടത്, നേരത്തെ പറയണമായിരുന്നു എന്ന് പറയുന്നു. ഒനിയലിനെ പറയുന്ന ഗെയിം വരുമ്പോ ആക്റ്റീവ് അല്ലെന്നാണ് കേട്ടോ പറയുന്നത്. അടുത്ത ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസ് ലക്ഷ്മി നെവിനെയാണ് പറയുന്നത്. അതെ, അപ്പൊ ഇതില് നെവിനെ പറയുന്നതാണ് കേട്ടോ. നെവിനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ മനഃപൂർവ്വം ഗ്ലാസ് പൊട്ടിച്ചെന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ടാക്കി. അതായത് ഇത് തട്ടിയപ്പോ ഗ്ലാസ് പൊട്ടിയല്ലോ പറഞ്ഞുണ്ടാക്കി. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. എന്റെ അടുത്ത് പലവട്ടം മോശമായിട്ട് നെവിൻ പെരുമാറി, ഞാൻ കൈ അടിച്ച് മാറ്റിയിട്ട് വരെ ഉണ്ട്.
എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ. ഇതിലെന്താ സത്യം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ അതാണ് ഓപ്പൺ നോമിനേഷനിൽ അഭിലാഷ് വന്നിട്ട് ഷാനവാസിനെയും ഗിസേലിനെയും പറയുന്നുണ്ട്. അതെ, ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസിനെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നെവിന്റെ ഇഷ്യൂ ഇപ്പോഴല്ല പറയണേ, ഇങ്ങനെ ഒരു കാര്യത്തിന് നെവിനെ കരുവാക്കായിരുന്നു ചെയ്ത് അതിന് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയണേ. ഗിസേലിനെ പറയുന്നത് ഈ ബാത്റൂം ഇഷ്യൂ കഴിഞ്ഞ ആഴ്ച കാര്യം ഗിസേലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ക്ലോസ് നോമിനേഷനിൽ ആര്യൻ, റെനയും ബെന്നിയും പറയുന്നുണ്ട്. അത് നോർമൽ ഈ ഇഷ്യൂ തന്നെയാണ് പറയുന്നത്. പിന്നെ ക്ലോസ് നോമിനേഷനിൽ സാബുമാൻ, റെനയും ആര്യയാണ് പറയുന്നത്. റെനയെ പറയുന്നത് ഇപ്പോഴത്തെ ഇഷ്യൂ ചിഷോണ്ട് ഇന്ന് ഇത് ഇപ്പോഴാന്ന് പറയുന്നത്. പിന്നെ ആര്യനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 95% ആരും പറയുന്നത് ബ്ലെൻഡർ ആണ്, വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് കേട്ടോ. പിന്നെ ഓപ്പൺ നോമിനേഷനിൽ ബിന്നി വന്നിട്ട് സാബുമാനെയും ആര്യനെയാണ് പറയുന്നത്. അതെ, ആര്യനെ സാബുമാനെ പറയുന്നത് ഇന്നാക്റ്റീവ് ആണ്. ആര്യനെ പറയുന്നത് എന്താ വെച്ചാൽ റെനയുടെ ഇഷ്യൂവും പിന്നെ സ്ത്രീകളോട് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് നമ്മുടെ ആര്യം മിണ്ടുന്നതെന്നാണ് കേട്ടോ പറയണേ. അടുത്ത ക്ലോസ് നോമിനേഷനിൽ ഗിസേൽ, റെനയുമാണ്, ബിന്നിയാണ് പറയുന്നത്. അതെ, ബിന്നി പറയുന്ന കുത്തിത്തിരിപ്പ്, റെനയെ പറയുന്നത് നമ്മൾ ഫ്രണ്ട് ആയിട്ട് ഇരുന്നപ്പോൾ ഈ ഒരു സംഭവം വിളിച്ച് പറഞ്ഞു, അത് നമ്മളോട് പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് കേട്ടോ. അവിടെ ഓപ്പൺ നോമിനേഷനിൽ നെവിൻ, ആദിലയും ഷാനവാസിനെയാണ് പറയുന്നത്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അപ്പൊ അതില് ലവ് ലാംഗ്വേജ് ഇവർക്ക് പുരോഗമനം എന്ന് പറഞ്ഞു വന്നിട്ട് ഇവർക്ക് അതെന്താന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദിലെ പറഞ്ഞത്. ഷാനവാസിനെ പറയുന്നത് ഇവിടെ സീരിയൽ അല്ല നടക്കുന്നത്, ഒരു പ്രോഗ്രസീവും ഇല്ലാത്ത ആളാണ് ഇങ്ങനെ പറയുന്നത്, ഓഡിയൻസിന് കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അല്ല, അതേപോലെ തന്നെ ലവ് ലാംഗ്വേജ് കാണിക്കാൻ ബിഗ് ബോസ് വേറൊരു റിയാലിറ്റി ഷോ ഒന്നും അല്ല. ഇന്ത്യയിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ട്, അതേപോലത്തെ റിയാലിറ്റി ഷോ അല്ല ബിഗ് ബോസ് ലവ് ലാംഗ്വേജ് എല്ലാരെയും വന്ന് കാണിക്കാൻ. അതുകൂടി ആലോചിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത്രയും പേര് വന്നേക്കുന്നത്, അതിൽ വോട്ട് വന്നേക്കുന്നത് നൂറയ്ക്ക് 3 വോട്ട്, അതേപോലെ ബിന്നിക്കും 3 വോട്ട്. ഈ 3 വോട്ടല്ല, 100 ഡയറക്റ്റ് നോമിനേറ്റ് ആണ്. അത് ഇനി 3 വോട്ട് കിട്ടിയത് ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ 3 വോട്ട് കിട്ടിയിട്ടുണ്ട്. 4 വോട്ടായിട്ട് സാബുമാനും റെനയ്ക്കും കിട്ടിയിട്ടുണ്ട്. 5 വോട്ട് രശ്മിക്കും കിട്ടിയിട്ടുണ്ട്. ഇവർ ഇത്രയും പേരാണ് ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതെ, ഇവിടെ എന്നിട്ട് ലക്ഷ്മി ഇത് കഴിഞ്ഞിട്ട് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി അവനോട് പറയുന്നുണ്ട് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്കും മസ്താനിക്കും ഇടയിലുള്ളത് പോലുള്ളൊരു, അതായത് ഞങ്ങൾക്കിടയിൽ പോലുള്ള ഒരു പ്രോബ്ലം അല്ല ഇത് ഇവർ ഇത്രയും ദിവസം എടുത്ത് പ്ലാൻ ചെയ്തതാണ് ഈ 3 പേരും എന്ന് പറയുന്നത്. അതായത് ഷാനവാസും ആദിലും നൂറയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ചെരുപ്പ് കമ്പനി ടാസ്ക് വന്നപ്പോ തന്നെ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരുന്നതാണ് ഈ 3 പേരും. അതിപ്പം കാര്യമായിട്ട് എടുക്കേണ്ട, പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരു പെങ്ങളുള്ളത്, അപ്പൊ അവരെയൊക്കെ ഇത് അഫക്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ നെവിൻ. എന്നിട്ട് നെവിൻ കരയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതേപോലുള്ള കുറെ പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊരു ചീപ്പ് ഗെയിം ആണ്, ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം ജിഷൻ പറയുന്നുണ്ട്, ജിഷൻ അങ്ങ് ഇത് കണ്ടിട്ട് നമ്മുടെ അതിലെടുത്ത് 100 എന്ന് പറയുന്നുണ്ട്, നെവിന്റെ കരച്ചിൽ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഡ്രാമ ആയിട്ടാ തോന്നുന്നത്, അഭിനയിക്കായിട്ടാ തോന്നുന്നതെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് പ്രോഗ്രസീവ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ റെനയുടെ കാര്യത്തിലും പ്രോഗ്രസീവ് എന്നും പറഞ്ഞിരിക്കണ്ടേ അല്ലേ, അപ്പൊ എല്ലാത്തിലും പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതേന്ന് പറഞ്ഞു പോകാനൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ റെനെ ആര്യനെ വീണ്ടും വഴക്കാണ്, വീണ്ടും ഈ സെയിം കാര്യം പറഞ്ഞ് കരയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് മാപ്പ് ചോദിക്കത്തില്ലെന്ന്. എന്തിനാ വീണ്ടും മാപ്പ് ചോദിക്കുന്നത്, ഓൾറെഡി മാപ്പ് ചോദിച്ചു കഴിഞ്ഞല്ലോ. എനിക്കറിയാൻ വയ്യ ഇവിടെ അതെടുത്ത് നോമിനേഷനിൽ ഇട്ടതാണ് ആര്യനെ പ്രൊവോക്ക് ചെയ്തത്. അതെ, അപ്പം ഇത് ആര്യം ബിന്നി പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ട് നീ എന്താ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏനാ വീണ്ടും കിടന്ന് അവിടെ അലറി കൂവി കഴിയുന്നുണ്ട്. സെയിം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ ഇനി അങ്ങോട്ട്. ഇവര് 3 പേരും തമ്മിൽ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അപ്പൊ ഇനി ലക്ഷ്മിയും ജിഷനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഇന്നലെ വേറെ എനിക്ക് പ്രവീൺ പോയത് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ബിന്നിയെ പോലെ ഇവിടെ അവിടെ ഇവിടെ പോയി കിടന്ന് ഓരോന്നും പറയുന്നുണ്ടാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. പ്രവീൺ നെവിനെ പറ്റി പ്രവീൺ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതിനെ വെച്ചാണ് അതാ പറഞ്ഞതെന്ന് തോന്നുന്നു. അതെ, അപ്പം ഷാനവാസിനെ ഇങ്ങനെ ചെയ്തിട്ട് നെവിൻ കിടന്ന് കരയുന്നത് നല്ല ആക്ടിങ് ആണെന്ന് പറഞ്ഞ് നെവിനെ പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഷാനവാസ് ഇത്രയും ദിവസം എടുത്തിട്ടല്ലല്ലോ, അത് അപ്പോഴേ പറയണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട് മസ്താനി പിന്നെ എന്തിനാ അപ്പൊ തന്നെ ചോദിച്ചോട്ടെ എന്തിനാ എത്ര ടൈം എടുത്തെന്ന്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ചിലപ്പം അവരെ ബാധിക്കും, ഓട്ടെന്നൊക്കെ പിന്നെ ചോദിക്കാന്നൊക്കെ പറഞ്ഞില്ല സ്ലോ ആക്കും. അതേപോലെ തന്നെ ഇതും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ അക്ബറും ഗിസയിലും കൂടെ ഇരുന്ന് ആര്യനെ പറ്റിയിരുന്ന് സംസാരിക്കുന്ന ഒട്ടും മെച്യൂരിറ്റി ഇല്ല, അവൻ ഇങ്ങനെയാണ് എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്.
ഈ കൊച്ചുകുട്ടികളെ പോലെയൊക്കെയാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒണിയലും നമ്മുടെ ആരായിരുന്നു അഭിലാഷും ബിന്നിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്നുണ്ട്, എനിക്കറിയാം അവൻ ടച്ച് ചെയ്തിട്ടില്ലെന്ന്, ഞാനും ടച്ച് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷെ മെച്യൂരിറ്റി ഉള്ള ആൾക്ക് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ പറ്റില്ല, ഞാനും ആ ചെയ്ത ആക്ട് ബാഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഒനിയൽ അവിടെ പറയുന്നുണ്ട്, ഞങ്ങളും അതാ പറഞ്ഞത്, ബിന്നിക്ക് ഇത് സംസാരിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്, കാരണം ബിന്നി ഈ വീട്ടിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് ബിന്നിയെ പൊക്കുന്നുണ്ട് നമ്മുടെ ഒനിയലും അഭിലാഷും കൂടെ ചേർന്ന്. പക്ഷേ ഞാൻ ലൈവിൽ ഇന്ന് ഈ പ്രശ്നം കഴിയുമ്പോ ഒനിയലും അഭിലാഷും കൂടെ ഒന്ന് സംസാരിച്ചത് ഇത് ബിന്നി വന്ന് കുത്തിത്തിരിപ്പിച്ച് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് സംസാരിച്ചിട്ടോ. ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് ആണ് രണ്ടുപേരും. അവിടെ ഇവിടെ നിൽക്കും. അല്ല, അഭിലാഷ് ഓൾറെഡി മുമ്പ് തൊട്ടേ അങ്ങനെയാണ്, അവിടെ ചാടി ഇവിടെ ചാടോ എന്നുള്ള രീതിയിലാണ് പണ്ട് ആദ്യം തൊട്ടേ ഗെയിം. അതെ, അതില് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റയില് ഫുള്ള് കടന്ന് ഇത് ഓടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടന്റെ ഇപ്പൊ കഴിഞ്ഞ ഈ എപ്പിസോഡിൽ വന്നിട്ട് ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടായ ഒരു പ്രശ്നമല്ലോ ലക്ഷ്മി പറഞ്ഞത്, അത് അഭിലാഷ് കണ്ടിട്ട് എന്താ റിയാക്ട് ചെയ്യാന്ന് ചോദിച്ചപ്പം അഭിലാഷ് പറഞ്ഞത് ഞാന് കിച്ചണിൽ നിൽക്കുവായിരുന്നു ഈ പ്രശ്നം നടക്കുന്നപ്പം ഞാൻ അത് കണ്ടില്ല, ഇപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോഴേ കാണുന്നേന്ന് പറയുന്നത്. പക്ഷേ ഈ റീല് വന്നത് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മി ഇത് പറയുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ അഭിലാഷ് ഇത് കേട്ടോണ്ട് നിപ്പോണ്ട് കേട്ടോ. ഒരു കിച്ചണിലും ഒന്നും അല്ല, അടുത്ത് തന്നെ നിപ്പോണ്ടായിരുന്നു കേട്ടോ. അതെ, അഭിലാഷിന് 1-2 ഡബിൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ ഒണിയലിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ല ആദ്യത്തെ ആഴ്ച ഒരു രീതി നിൽക്കും, പിന്നെ ഓഡിയൻസിന്റെ ഇതൊക്കെ റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് അടുത്ത ആഴ്ച വേറൊരു രീതി നിൽക്കും. അങ്ങനെ അത് കുറ്റം പറയാൻ പറ്റില്ല, ഇത് ഗെയിമാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഗെയിം കളിക്കട്ടെ. എന്നിട്ട് ലക്ഷ്മി ഒന്ന് പറഞ്ഞ എന്താ ഇത് ഇവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്നാ വിശ്വാസം, എന്റെ കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോ അല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളതൊക്കെ കേട്ടൊക്കെ കിളി പോയിരിക്കുക. ഇനിയിപ്പോ നാളെ ഇതൊക്കെ മാറി മറിയും, കാരണം നാളെ തൊട്ട് ഇനി ഹോട്ടൽ ടാസ്ക് ആണ് വരാൻ പോകുന്നത്. ചാലഞ്ചേഴ്സ് കയറാൻ പോവുകയാണ്. നമ്മുടെ ശോഭയും റിയാസൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത്. റിയാസൊക്കെ പൊളിയായിരിക്കും നടക്കുന്നത്. അപ്പൊ നാളെ നമുക്ക് വേറൊരു ആംഗിളിലായിരിക്കും ഇതൊക്കെ പോകുന്നത്. റിയാസ് വന്നിട്ടുണ്ടെങ്കിൽ ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ കുലസ്ത്രീ കുലപുരുഷൻ റിയാസിന് പണ്ടേ ഇഷ്ടമല്ല, ലക്ഷ്മിയായിട്ട് അനു ഇവരെയൊക്കെ ആയിരിക്കാം കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലെ, റിയാസ് ലക്ഷ്മിയായിട്ട് നല്ലൊരു കോംബോ ആയിരുന്നു. എനിക്ക് എന്ത് രസമായിരുന്നു ഇല്ലേ, അവരമ്മ വഴക്കുമാണ്, അവസാനം പോകാൻ നേരത്ത് ഇല്ലേ കെട്ടിപ്പിടിച്ച കരച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നാളത്തെ. അതെ അതെ, നമുക്ക് എന്തെങ്കിലും ലൈവില് എന്തെങ്കിലും നല്ലതായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ. കാരണം ഞങ്ങൾ അല്ലാതെ ഇരുന്ന് കാണാറില്ല ലൈവ് അധികവും, കാരണം ഒന്നുമില്ല, ബോറാണ്. സമയം കൂടെ കളഞ്ഞ് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെ എന്തായാലും ലൈവ് കാണും, അതിന്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞങ്ങൾ വരാട്ടോ. അതുവരെയും ബൈ.